ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ബർത്ത്ഡേ കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു സ്പെഷ്യൽ കേക്കാണ്. കാരണം ഇതെൻ്റെ മോള് സൈറാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കേക്കാണ്. സൈറാക്കും എനിക്കും ചോക്ലേറ്റ് കേക്കാണ് ഏറ്റവും ഇഷ്ടം. എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമില്ല എന്ന് പറയും. എനിക്കെപ്പോഴും അത്ഭുതം ഇങ്ങനെ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ പറ്റുന്നത്. വെനില കേക്ക് മാത്രം ഇഷ്ടമുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് എൻ്റെ. അപ്പോൾ ഇത് നല്ലൊരു റിച്ച് ചോക്ലേറ്റ് കേക്കാണ്. സിമ്പിളായിട്ട് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ ഇയർലി ഒരു ചടങ്ങുണ്ട്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കി വെക്കും. അത് ഞങ്ങളുടെ ഡിന്നറിനാണ് കട്ട് ചെയ്യണത്, എല്ലാവരും കൂടി ഉള്ളപ്പോൾ. പക്ഷെ ഈ കേക്ക് ബേക്ക് ചെയ്യണത് കാണരുത്, അതാണ് അതിൻ്റെ ഒരു രസം. അവൾ കാണരുത്, ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെക്കും, രാത്രി അതെടുക്കും. ഇയർലി നടക്കുന്നൊരു സംഭവമാണ്. എല്ലാ കൊല്ലവും അവൾ ഈ കേക്ക് തന്നെയാണ് റിക്വസ്റ്റ് ചെയ്യാറ്. ഈ പ്രാവശ്യം കഴിച്ചപ്പോഴും അവൾ പറഞ്ഞത് ഇത് ശരിക്കും എൻ്റെ ഫേവറേറ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അവൾക്ക് വേണ്ടി എടുത്തതല്ല. അവൾക്ക് ഇപ്പോൾ കുക്കിങ്ങിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. പക്ഷെ എന്തെങ്കിലും അവൾക്ക് അവളുടെ ഈ ഫേവറേറ്റ് കേക്ക് എന്ന് പറയുന്നത് ബേക്ക് ചെയ്യാനൊരു താല്പര്യം തോന്നിയാലോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്കും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ടൊരു ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൈറ മോൾക്ക് വേണ്ടി ഈ റെസിപ്പി 6 eggs. നമുക്ക് ആദ്യം 6 മുട്ട വേണം. ഈ 6 മുട്ട 2 ക്ലീൻ ബൗൾസിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. മഞ്ഞ ഒരു ബൗളിൽ, വെള്ള മറ്റൊരു ബൗളിൽ. അത് സെപ്പറേറ്റ് ചെയ്ത് അപ്പോൾ അത് മാറ്റി വെക്കാം. അത് റൂം ടെമ്പറേച്ചറിൽ തണുപ്പ് മാറി കിട്ടാൻ വേണ്ടി ഇങ്ങനെ മാറ്റി വെക്കാം. ഇങ്ങനെ മാറ്റി വയ്ക്കാം. പിന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മാറ്റി വെക്കണം. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അടുത്ത് വെക്കാം. നമുക്ക് മെഷർ ചെയ്തെടുക്കാം ഓരോന്നോരോന്നായിട്ട്. 3/4 കപ്പ് ബട്ടർ, 3/4 കപ്പ് ബട്ടർ. അത് സോഫ്റ്റ് ആയിരിക്കണം. കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറാൻ വേണ്ടി, അപ്പോൾ സോഫ്റ്റായി വരും. അങ്ങനെ സോഫ്റ്റൻ ചെയ്ത ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഷുഗർ 1.5 കപ്പ് പഞ്ചസാര, ഇത് അളന്ന് വെക്കാം. 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്, ബേക്കിംഗ് സോഡ അല്ല. പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പ് വെക്കുന്നുണ്ട്. ഇതൊക്കെ ആദ്യം അളന്ന് വെക്കാം. ഇനി ഈ ചോക്ലേറ്റ് കേക്കിന് കൊക്കോ പൗഡർ അല്ല യൂസ് ചെയ്യുന്നത്, ബേക്കിംഗ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേക്കിംഗ് ചോക്ലേറ്റ് പല ബ്രാൻഡ്സിൻ്റെ കിട്ടും. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്നത് ഹെർഷീസിൻ്റെ ബേക്കിംഗ് ചോക്ലേറ്റിൻ്റെ ബാർ കിട്ടും, 4 ഔൺസിൻ്റെ ബാർ. ഇതുപോലെ ഒരു സെക്ഷൻസ് ആയിട്ട് 1 ഔൺസാണ് ഓരോ സെക്ഷൻ. അങ്ങനെ 4 ഔൺസ് ബേക്കിംഗ് ചോക്ലേറ്റ്. ഇത് അൺസ്വീറ്റൻ ചോക്ലേറ്റ് ആണ്. ഇത് നമുക്കൊരു സോസ് പാനിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ ഒപ്പം കുറച്ച് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണ ഹെർഷീസിൻ്റെ സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ്, ചോക്ലേറ്റ് ചിപ്പ് കുക്കീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ മറ്റേത് അൺസ്വീറ്റൻ ചോക്ലേറ്റ് ആയിരുന്നു. സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് ഒരു 1-2 ടേബിൾ സ്പൂൺ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് സോസ് പാൻ പതുക്കനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ആ ചോക്ലേറ്റ് ഒന്നും മെൽറ്റ് ചെയ്താൽ മതി. മെൽറ്റ് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കില്ല, 1 മിനിറ്റിൽ ഇത് മെൽറ്റായി കിട്ടും. കൂടുതൽ നേരം ചൂടാക്കിയാൽ ചോക്ലേറ്റ് ബേൺഡ് ആവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് മൂടി വെച്ചിട്ട് 1/2 മിനിറ്റ്, ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ അത് ഫുൾ മെൽറ്റ് ആയിട്ടുണ്ടാവും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേഗം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അത് മാറ്റി വെക്കാം ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മീഡിയം സൈസ് ബൗളിൽ എഗ് വൈറ്റ് മാത്രം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ബൗളിൽ എഗ് വൈറ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് ബീറ്റേഴ്സ് ഒരു മീഡിയം സ്പീഡിൽ വെച്ചിട്ട് ആദ്യം തുടങ്ങാം. ഇതൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫാവണം. സ്റ്റിഫായ ഉടനെ നിർത്താം, കാരണം നമുക്ക് എഗ് വൈറ്റ് കൂടുതൽ ഡ്രൈ ആവരുത്. എഗ് വൈറ്റ് കൂടുതൽ നേരം ബീറ്റ് ചെയ്താൽ ഡ്രൈ ആയിട്ട് കേക്ക് ഡ്രൈ ആയിപ്പോവും. ആ എഗ് വൈറ്റ്സ് സ്റ്റിഫ് പക്ഷെ ഒരു ഗ്ലോസി ഫിനിഷിങ് ഉള്ളപ്പോൾ തന്നെ ബീറ്റിംഗ് നിർത്തണം. ഈ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യണ സമയത്ത് നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും ഒക്കെ ഒന്ന് അളന്ന് വെക്കാം.
അതിന് 2 and 2/3 കപ്പ് മൈദ അല്ലെങ്കിൽ കേക്ക് ഫ്ലവർ യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ മൈദയാണ് യൂസ് ചെയ്യണത്, ഇടയ്ക്ക് കേക്ക് ഫ്ലവറും യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഒപ്പം ആ 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ക്ലീൻ ബൗളിൽ നമുക്ക് സോഫ്റ്റായ ബട്ടറും പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ബീറ്റ് ചെയ്യണം, ഒന്ന് ഫ്ലഫി ആവുന്ന വരെ. പഞ്ചസാര ഒക്കെ അതിലേക്ക് ചേർന്ന് ഇങ്ങനെ മിക്സായി വരണം. ഈ കാണണ പോലെ ആവണം. ഇതിലേക്ക് ഇനി മുട്ടയുടെ ഉണ്ണി, എഗ് യോക്സ് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മീഡിയം സ്പീഡിൽ ഇട്ട് അടിക്കുമ്പോൾ ഓരോ എഗ് യോക്സ് പതുക്കിനെ ആഡ് ചെയ്ത് കൊടുക്കാം, എല്ലാം തീരുന്നവരെ. ഇതിലേക്ക് ഇനി വാനില എക്സ്ട്രാക്ട് അല്ലെങ്കിൽ വാനില എസൻസും കൂടി ചേർക്കണം, 1.5 ടീസ്പൂൺ. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മുഴുവൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന വരെ. കൂടുതൽ നേരം ഒന്നും ബീറ്റ് ചെയ്യണ്ട, ഒന്ന് യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്ത് വന്നാൽ മതി. ഇടയ്ക്ക് ഒരു സ്പാച്ചുല വെച്ച് സൈഡ്സ് ഒക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ചോക്ലേറ്റിന്റെ കട്ട സൈഡിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. ഇപ്പൊ ഇങ്ങനെ ആയിട്ടില്ലേ? ഇനി നമുക്ക് ഇതിലേക്ക് മൈദയും പാലും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് അളന്ന് വെച്ചിരിക്കുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതും പാലും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പോകണം. 3/4 കപ്പ് പാലാണ് ഉപയോഗിക്കുന്നത്. മൈദ മിക്സ്ചറും പാല് മിക്സ്ചറും ഓൾട്ടർനേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ മൈദ മുഴുവൻ തീരുന്നവരെയും പാല് മുഴുവൻ തീരുന്നവരെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്പാച്ചുല വെച്ച് സൈഡ് ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഫ്ലവർ സൈഡിലൊക്കെ നിൽക്കും. അപ്പോൾ ഇപ്പം നമ്മുടെ ബാറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച എഗ് വൈറ്റ്സും കൂടി ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. എഗ് വൈറ്റ്സ് കണ്ടില്ലേ, അങ്ങനെ സ്റ്റിഫ് ആയിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും കുറച്ച് ഗ്ലോസിയാണ്. എഗ് വൈറ്റ്സിന്റെ ഉള്ളിൽ ലിക്വിഡ് ആയിട്ടൊന്നും കാണരുത്, അതിന്റെ അർത്ഥം ബീറ്റ് ചെയ്തത് പോരാന്നാണ്. എന്നാൽ ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല. എഗ് വൈറ്റ്സ് ഒരു 3-4 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇത് ഫോൾഡ് ഇൻ ചെയ്യാണ് നമ്മൾ ചെയ്യണത്. ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണതിനെയാണ് ഫോൾഡ് ഇൻ ചെയ്യണത്. ഒരേ ഡയറക്ഷനിൽ ഫോൾഡ് ഇൻ ചെയ്യാൻ നോക്കണം. ഇങ്ങനെ ഇട്ട് കൈകൊണ്ട് ഒരുപാട് ഇളക്കല്ല ചെയ്യണത്, ഫോൾഡ് ഇൻ ചെയ്യണം ഈ സ്പാച്ചുല വെച്ചിട്ട്. എഗ് വൈറ്റ്സ് നമ്മൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിസ്ക് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇളക്കി ഇളക്കി അതിൻ്റെ ആ ഫുൾ ടെക്സ്ചർ കളഞ്ഞാൽ കേക്കിന് അതിൻ്റെ ഗുണം കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഫോൾഡ് ഇൻ ചെയ്ത് പതുക്കെ ഒരു റൊട്ടേഷൻ പോലെ പതുക്കെ പറഞ്ഞു. ഓവറായിട്ട് ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇനി ബീറ്റർ ഉപയോഗിക്കാണ്ട് ഈ സ്പാച്ചുല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കേക്ക് പാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഗ്രീസ് ചെയ്ത ഒരു കേക്ക് പാനിൽ പാർച്ച്മെന്റ് പേപ്പർ അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം.
ബാറ്റർ മുഴുവൻ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് സ്പാച്ചില വെച്ചിട്ടൊന്ന് ഫ്ലാറ്റ് ആക്കുക. എന്നിട്ട് 3 പ്രാവശ്യം ആ കൗണ്ടറിൽ ഒന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 45 മിനിറ്റ് മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. 40 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് കണ്ണു വെച്ചോ. ഒരു ടൂത്ത്പിക്ക് സെൻറ്ററിൽ ഇൻസേർട്ട് ചെയ്താൽ ഇത് ഡ്രൈ ആയിട്ട് പോരണം. അപ്പോൾ ഇപ്പം എൻ്റെ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു വയർ റാക്കിൽ കുറച്ച് നേരം ചൂടാറാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. ഈ കേക്ക് ചിലപ്പോൾ ഇതുപോലെ ഒരു ക്രാക്കൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. എന്നാലും കേക്കിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ സിമ്പിൾ ഡെക്കറേഷൻ ചെയ്യല്ലേ. അപ്പോൾ ആ എഗ് വൈറ്റ്സ് ബീറ്റ് ചെയ്യണ ഇത്തിരി കൂടി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ക്രാക്ക് വന്നത്. ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കണം. ഈ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ലൈറ്റ് കാരമൽ ചോക്ലേറ്റ് വിപ്പ് ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു 400 ഗ്രാം ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീമൊന്നും കിട്ടിയില്ലെന്ന്. വിപ്പിംഗ് ക്രീം ആയാലും മതി, അല്ലെങ്കിൽ സാധാരണ ക്രീം ചിൽഡ് നല്ല തണുത്ത ക്രീം ആയിരിക്കണം. തണുത്ത ക്രീം ഒരു ഐസ് ബൗളിൻ്റെ മുകളിൽ വേറെ മറ്റൊരു ബൗളിൽ ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. അതൊന്ന് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓർഡിനറി ക്രീമാണ് യൂസ് ചെയ്തത്, അമൂൽ ക്രീമൊക്കെ പോലത്തത്. വിപ്പിംഗ് ക്രീം അല്ല. എന്നിട്ടും റിസൾട്ട്സ് ഒക്കെ ഒരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ചില്ല് ചെയ്ത് നന്നായിട്ട് ഈ ഐസ് ബൗളിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കണം. 2-3 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗർ പൗഡറാണ് അത്. അതിൻ്റെ കൂടെ ഒരു നുള്ള് വനില പൗഡർ ഇതിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ്. അടിച്ചു വരുമ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂൺ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കാരമൽ സോസ്, കണ്ടൻസ് മിൽക്ക് വെച്ചുണ്ടാക്കിയ കാരമൽ സോസ്, ഇത് 1 ടേബിൾ സ്പൂൺ മതി. ലൈറ്റായിട്ട് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. കൂടുതൽ വേണ്ട. ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിക്കാൻ പോകുന്ന ഒന്ന് സ്റ്റിഫായി കിട്ടിയതുള്ളൂ. പിന്നെ ഞാനത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം കൂടി ഒന്ന് സെറ്റ് ആവാൻ. അത് കഴിഞ്ഞ് കേക്ക് നന്നായി കൂളായിട്ടുണ്ട്. ആ കൂളായ കേക്കിൻ്റെ മുകളിൽ പെട്ടെന്ന് ഒരു പൈപ്പിംഗ് ചെയ്ത് ഭയങ്കര സ്പീഡിൽ ചെയ്യേണ്ടി വന്നു. കാരണം ഇളയാൾ സ്കൂളിൽ നിന്ന് വരാൻ സമയമായപ്പോൾ ഈ കേക്ക് കണ്ടാൽ അതിൻ്റെ സർപ്രൈസ് പോവില്ലേ. അപ്പോൾ ഞാൻ വല്ലാണ്ട് റഷ് ചെയ്ത് അത് ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് വെറുതെ ഇതുപോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പൈപ്പിംഗ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഗ്രേറ്റഡ് ചോക്ലേറ്റ്. അപ്പോൾ ചോക്ലേറ്റ് മധുരമുള്ള ക്രീമാണ്, അതുകൊണ്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റാണ് മുകളിലിടുന്നത്. മധുരമുള്ള ചോക്ലേറ്റ് മധുരം കൂടും. അതിനേൽ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് ചോക്ലേറ്റിൻ്റെ സെഗ്മെൻറ്റ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ എൻ്റെ ഡെക്കറേഷൻ. ഇഷ്ടമുണ്ടെങ്കിൽ ഇതിനേലും ഒക്കെ ഇലാബറേറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലാണ് മിക്ക കൊല്ലവും സൈറാക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ കേക്കിൻ്റെ അടിയിലും ഒന്ന് പൈപ്പിംഗ് കൊടുത്തിരുന്നു. ഈ പ്രാവശ്യം ഞാൻ കേക്കിന് അടിയിൽ കൊടുത്തില്ല, മുകളിൽ മാത്രം കൊടുത്തുള്ളൂ. സിമ്പിളായിട്ട് ചോക്ലേറ്റ് കേക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ക്രീം ഒരുപാട് വേണ്ട അല്ലെങ്കിലും. അപ്പോൾ ഈ കേക്ക് വേഗം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു, മൂടി വെച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചു. എന്നിട്ട് നൈറ്റിൽ സെർവ് ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. ഇതാണ് എൻ്റെ മോള് സൈറാക്ക് 16 ഇയേഴ്സ് ഓൾഡായി ഈ വർഷം. ഇത് ലാസ്റ്റ് ഇയറിൻ്റെ കേക്കാണ്. ഇത് ഈ വർഷത്തെ കേക്കും. അപ്പോൾ ഈ ക്വിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചോക്ലേറ്റ് കേക്ക് ട്രൈ ചെയ്താൽ വിവരം അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.